Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു 5 കോൺസെപ്റ്റ് അങ്ങ് പഠിച്ചാലോ അല്ലേ? നെറ്റ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില ടേമുകളുണ്ട്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് അങ്ങ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, മുഴുവനായിട്ടും വീഡിയോയും കാണുക. അതിന് ശേഷം നമ്മൾ പറയുന്ന MCQs ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 കോൺസെപ്റ്റുകൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു ഏരിയ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് KPO. KPO എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a form of outsourcing where the knowledge based task and process are outsourced to the external services providers. അതായത് നമ്മളുടെ ഒരു ഓർഗനൈസേഷനിലെ ബുദ്ധിപരമായ കാര്യങ്ങൾ, നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് മറ്റൊരു ഓർഗനൈസേഷൻ, പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പേർട്ടുകളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ബുദ്ധിപരമായിട്ടുള്ള നോളജ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഹൈ ലെവൽ ഓഫ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ലൈക്ക് റിസർച്ച്, ഡേറ്റ അനലൈസ്റ്റ്, അതുപോലെ ലീഗൽ സർവീസസ് ആൻഡ് കൺസൾട്ടിങ്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ അകത്ത് എന്താണ് ഹൈ ലെവൽ, നമുക്ക് ഒരുപാട് നോളജ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചുള്ള. അതായത് റിസർച്ചിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, അതുപോലെ ലീഗൽ ആയിട്ടുള്ള സർവീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ എന്ത് ചെയ്യാണ്? പുറത്തുള്ള ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഏജൻസിക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് മാർക്കറ്റ് റിസർച്ച്, ലീഗൽ റിസർച്ച്, അതുപോലെ തന്നെ എന്താണ് ബിസിനസ് കൺസൾട്ടൻസീസ്, അല്ലെങ്കിൽ അതർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സർവീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ടേമാണ് TQM. TQM എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM is a management approach that focus on the continuous improvement of a process, products and services by involving all the employees in the organization. ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രോസസ്സിൽ, പ്രൊഡക്റ്റിൽ, സർവീസസിലൊക്കെ ടോട്ടലായിട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്? ഫോക്കസ് ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതിനെയാണ് എന്ന് പറയുന്നത് TQM എന്ന് പറയുന്നത്. TQM is a management approach. ഇതൊരു മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദി പ്രോസസ്, products and services by involving എന്താണ് all the employees in the organization. The aim is to meet or exceed the customer expectation and improve the overall organization. ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ TQMന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? കസ്റ്റമർ ഫോക്കസ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, എംപ്ലോയീസ് ഇൻവോൾവ്മെന്റ് ആൻഡ് എന്താണ് പ്രോസസ് സെന്റേർഡ് അപ്രോച്ച് ഒക്കെയാണ് ഏതെന്ന് പറയുന്നത് ഈ TQM എന്ന് പറയുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സാമ്പിൾസ് ആണ്. അതായത് ക്വാളിറ്റി ഓഡിറ്റ്സ്, അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് സിസ്റ്റംസ്, അതുപോലെ സിക്സ് സിഗ്മ ടൂൾസ്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ ഒരു TQMന്റെ എക്സാമ്പിൾസ് ആണ്. സിക്സ് സിഗ്മ ടൂൾസ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഒരു ഈ TQMന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് ക്വാളിറ്റി ഓഡിറ്റ്സ്, അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്സ് ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇതാണ് എന്താണ് TQM എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ടേമുകൾ ഒന്നും മാറിപ്പോകരുത്. ഈ ടേമിന്റെ അകത്തുനിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യനുകൾ വരാറുള്ളതാണ്. അടുത്തതാണ് സിക്സ് സിഗ്മ. സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, TQMന്റെ ഒരു ടൂളാണ് സിക്സ് സിഗ്മ എന്ന്. സിക്സ് സിഗ്മ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ആണ് ഫോർ ദ പ്രോസസ് ഇംപ്രൂവ്മെന്റ്. പ്രോസസ് ഇംപ്രൂവ്മെന്റിനുള്ള, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റിനുള്ള, ഒരു ജോബ് ഫുൾഫിൽമെന്റിനുള്ള ഒക്കെ എന്താണ് ഒരു ടൂളാണ്, ഒരു ടെക്നിക്സ് ആണ് എന്ന് പറയുന്നത് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. സിക്സ് സിഗ്മ ഈസ് എ സെറ്റ് ഓഫ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഫോർ പ്രോസസ് ഇംപ്രൂവ്മെന്റ് എയിംസ് ടു റെഡ്യൂസിംഗ് ദ ഡിഫക്ട്സ് ആൻഡ് വേരിയബിലിറ്റി ഓഫ് ദി പ്രോസസ്. അതായത് ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ മാക്സിമം കുറച്ചുകൊണ്ട്, വേസ്റ്റേജുകൾ മാക്സിമം കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പ്രോസസ്സിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസുകളെയാണ് എന്തെന്ന് പറയുന്നത്? സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ദ ഗോൾ ഈസ് ടു അച്ചീവ് ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസസ് എന്താണ്
3.4 ഡിഫക്ട്സ് പെർ മില്യൺ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഒന്നുമില്ല എന്നാണ്, ഡിഫക്ട്സുകൾ മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കുക, അതിന്റെ വേസ്റ്റേജസ് മാക്സിമം എന്ത് ചെയ്യുക, കുറച്ചുകൊണ്ട് എന്ത് നേടിയെടുക്കുക, എഫിഷ്യൻസി നേടിയെടുക്കുക എന്നുള്ളതാണ് സിക്സ് സിഗ്മ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക എന്താണ്, DMAIC ഒന്ന് ഓർത്ത് വെച്ചോണം. ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ. അതാണ് DMAIC എന്ന് പറയുന്നത്. ഇസ് എ കോമൺ സിക്സ് സിഗ്മ മെത്തഡോളജി. ഇതൊരു കോമൺ ആയിട്ടുള്ള സിക്സ് സിഗ്മ മെത്തഡോളജി ആണ്. സിക്സ് സിഗ്മ മെത്തഡോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം, DMAIC ആണ്. ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അതിന്റെ എക്സാമ്പിൾസ് പറയാം, റെഡ്യൂസിങ് ദ മാനുഫാക്ചറിങ് ഡിഫക്ട്സ്, അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ദ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ. ഇതൊക്കെയാണ് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, സിക്സ് സിഗ്മയുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത ഒരു കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ ആയിട്ട് മറ്റൊരു കാര്യം പറയാണ്, നമുക്ക് 30 days ബാച്ച് നമ്മളുടെ CCയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നെറ്റ് എക്സാം ഒക്കെ ഇങ്ങനെ വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ആകുക. നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനുള്ള A to Z കാര്യങ്ങൾ നമ്മളുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നെറ്റ് കൊമേഴ്സിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ മറക്കാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് TPM, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്. ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് TPM എന്ന് പറയുന്നത്. TPM ഈസ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു മെയിൻ്റനൻസ് ദാറ്റ് ഫോക്കസ് ഓൺ ദി എന്താണ് പ്രൊആക്റ്റീവ് ആൻഡ് എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ടു എൻഷുർ ദാറ്റ് എന്താണ് എവറി മെഷീൻ ഓർ എക്യുപ്മെന്റ്സ് ഇൻ റണ്ണിങ് അറ്റ് എ പീക്ക് പെർഫോമൻസ് വിത്ത് എന്താണ് മിനിമൽ ഡൗൺ ടൈം. അതായത് എന്താണ് ഡൗൺ ടൈമുകളൊക്കെ കുറച്ചുകൊണ്ട്, അതായത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാണ് എക്യുപ്മെന്റ്സുകളെ, മെഷീനറീസിനെയും എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ റണ്ണിങ് ആയിട്ടുള്ള, ഓർഗനൈസേഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളെയും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഒരു തവണ പോലും അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിന്നുകൊണ്ട് അവിടെ എന്താണ് പ്രൊഡക്ഷൻ നടത്താത്ത, ഇപ്പോൾ എന്താണ് ഒരു മെഷീനൊക്കെ എന്താണ് കേടുപാടുകൾ സംഭവിച്ച അവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനായിട്ട് നോക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് TPM എന്ന് പറയുന്നത്. TPM ഈസ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു മെയിൻ്റനൻസ് ദാറ്റ് ഫോക്കസ് ഓൺ proactive and preventive maintenance to ensure that the every machine or equipment is running at a peak. അതായത് എല്ലാ മെഷീനും എല്ലാ എക്യുപ്മെന്റ്സും അതിന്റെ പീക്ക് പെർഫോമൻസ് നല്ല രീതിയിലുള്ള നല്ല ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നുണ്ട്, ഹൈ പെർഫോമൻസ് എൻഷുർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നത് TPM എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഓൾ എംപ്ലോയീസ് ഫ്രം ദ ഓപ്പറേഷൻ ടു മാനേജ്മെന്റ്. ഓപ്പറേഷനിലും അല്ലെ മാനേജ്മെന്റിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഇൻവോൾവ് ചെയ്താണ് ഏതിൽ വരുന്നത്, ഈ TPMൽ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് സീറോ ബ്രേക്ക് ഡൗൺസ്, അതായത് എന്താണ് ആ ഒരു എന്താണ് ബ്രേക്ക് ഡൗൺസ് ഒന്നും ഉണ്ടാകാതിരിക്കുക, അതുപോലെ തന്നെ ഡിഫക്ട്സുകൾ ഒന്നും ഉണ്ടാകാതിരിക്കുക, ആക്സിഡൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഷെഡ്യൂൾ ചെയ്യുക എക്സാമ്പിൾ ആണ്. റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ട്രെയിനിങ് ഫോർ ദ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ പെർഫോമൻസ് മോണിറ്ററിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ ഒരു TPMന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്താണ് ജസ്റ്റ് ഇൻ ടൈം. അടുത്തൊരു ടേം ആണ് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സ്ട്രാറ്റജി. ഇതെന്താണ് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. ഇത് എയിം ചെയ്യുന്നത് എന്താണ്, എയിംസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് only when they are needed. എപ്പോഴാണോ ആ ഗുഡ്സ് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു സമയത്ത് അത് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ജസ്റ്റ് ഇൻ ടൈം ഈസ് എ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സ്ട്രാറ്റജി. ഇറ്റ്സ് എയിംസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് only when they are needed in the exact quantities required. എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്, അതിന്റെ ആവശ്യം എപ്പോൾ വരുന്നോ അപ്പോൾ അത് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അകത്ത് വരുന്നത്. ഇറ്റ് മിനിമൈസ് ദ ഇൻവെന്ററി കോസ്റ്റ് ആൻഡ് റെഡ്യൂസസ് ദ വേസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻവെന്ററി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും വേസ്റ്റേജസ് കുറയ്ക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. ഈ അതായത് ഓവർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നും നടത്തത്തില്ല, അതായത് അതിന് ആവശ്യം വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്തും. അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്, ജസ്റ്റ് ഇൻ ടൈമിൽ പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നതാണ് ലീൻ മാനുഫാക്ചറിങ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, വേസ്റ്റ് റിഡക്ഷൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട ജസ്റ്റ് ഇൻ ടൈമിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്ന. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി മാനേജ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് ഡെലിവറിങ് റോ മെറ്റീരിയൽസ് ടു എന്താണ് അസംബ്ലിംഗ് ലൈൻ ആസ് ദേ ആർ നീഡഡ്. എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത്, റോ മെറ്റീരിയൽസ് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് അത് എത്തിച്ചു കൊടുക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഒന്നും
ഇല്ലാതെ വരുത്താനായിട്ട് ആ സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും, ഈ ഒരു ജസ്റ്റ് ഇൻ ടൈമിലൂടെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന്. എന്താ പറഞ്ഞേക്കുന്നത്? ദ നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് KPO focus on high level specialized tasks such as the market research, legal research and intellectual property services. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ, നോളജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അത് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? KPO deals primarily with the routine repetitive task that requires the minimum expertise. റീസൺ ശരിയാണോ? അസേർഷനും റീസണും നോക്കിയേ, നിങ്ങൾക്ക് ആൻസർ ഏതാണ് വന്നേക്കുന്നത്? ഏതാണ്? A is true, R is false അല്ലേ? റീസൺ ഫോൾസ് അല്ലേ? KPO involves the high level specialized task that requires the significant expertise, not routine or repetitive task. റുട്ടീനോ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് അല്ല ഏതിൽ കൊടുക്കുന്നത്? ഈ ഒരു പുറത്തൊരു ഏജൻസിക്ക് കൊടുക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള ടാസ്കുകളാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത്. റുട്ടീനും റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളല്ല. അതുകൊണ്ട് തന്നെ അസേർഷൻ ട്രൂ ആണ്, റീസൺ എന്താണ്? ഫോൾസ് ആണ്. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നേക്കോ. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് സ്ട്രോങ്ലി ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് the quality of a process, products and services through the continuous improvement and employees involvement. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. The goal of TQM is produce goods and services that meet or exceed the customer expectation with zero defects. ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 is true and സ്റ്റേറ്റ്മെന്റ് 2 is false ആണോ? സ്റ്റേറ്റ്മെന്റ് 1 is false, സ്റ്റേറ്റ്മെന്റ് 2 is both the statement 1 and 2 are false. അപ്പൊ ഇവിടെ ഏതാണ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള. സ്റ്റേറ്റ്മെന്റ് 1ഉം ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം എന്താണ്? ട്രൂ ആണ്. രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് സിക്സ് സിഗ്മ മെത്തഡോളജി? സിക്സ് സിഗ്മ മെത്തഡോളജിയുടെ പ്രൈമറി ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ് ഇൻപുട്ട് ആണോ? മിനിമൈസേഷൻ ഓഫ് വേരിയബിലിറ്റി ഇൻ പ്രോസസ് ആണോ? റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് കോസ്റ്റ് ആണോ? സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണോ? ഏതായിരുന്നു? നമ്മൾ സിക്സ് സിഗ്മ പറഞ്ഞായിരുന്നു ഏതാണ്? മിനിമൈസേഷൻ ഓഫ് വേരിയബിലിറ്റി ഇൻ പ്രോസസ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഒരു 5 കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. അതിന്റെ അകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യനുകൾ 3 ക്വസ്റ്റ്യനുകളും നമ്മൾ കണ്ടു. ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഒരു 5 ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 5 ഏരിയയിലെ MCQs നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അതിന്റെ MCQസും വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ, പർട്ടിക്കുലർ ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.